കുടുംബവുമായി സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് സിനോജ് തോമസിലേക്ക് വീണ്ടും പോകാം. സിനോജ്, സാനിയോ പറഞ്ഞതിടത്തുനിന്ന് തുടങ്ങിയാൽ നേതാക്കന്മാർ ആരും തന്നെ ഈ NM വിജയന്റെ വീട്ടിലെത്തുകയോ കുടുംബത്തെ കാണുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മൾ പൊതുദർശന സമയത്ത് ചിലരെയൊക്കെ കണ്ടിരുന്നതാണ്. ഈ ആരോപണം ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയില്ല? ഒരു DCC ഭാരവാഹിയാണല്ലോ മരിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്താൻ പോലും അവർ തയ്യാറായില്ല. അതെന്തുകൊണ്ടാണ് എന്നതാണ് ഒരു ചോദ്യം. വിനീത, ഒരുപക്ഷെ കുടുംബം ഇത് മുഖത്ത് നോക്കി ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അത് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ ഇരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഈ കത്ത് അവിടെ ഉണ്ട് എന്നുള്ളത് നേതൃത്വത്തിനും അറിയാമല്ലോ. അങ്ങനെ ഒരു കത്തുണ്ടായിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇത് പരസ്യമായിട്ട് നേതാക്കൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർക്കറിയാലോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നേതൃത്വത്തിന് വ്യക്തമായിട്ട് അറിയാതെ കുടുംബത്തിന് അറിയാമെന്നും നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ രീതിയിൽ അവർ മുന്നോട്ട് പോകാതിരുന്നത്. അതുകൊണ്ടായിരിക്കാം പരസ്യമായി പ്രതികരണങ്ങൾ നടത്തി അവർ കുടുംബത്തെ ഒറ്റപ്പെടുത്താം എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നൊക്കെ തന്നെ കുടുംബം ആരോപിക്കാൻ കാരണം. അങ്ങനെ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ മരണശേഷം 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആളുകൾ പരസ്യമായി രംഗത്ത് വരണം, ഇതിനെതിരെ അന്വേഷണം ആവശ്യപ്പെടണം, നേതൃത്വത്തിന് നടപടി വേണമെന്ന് പരസ്യമായി പറയാൻ തയ്യാറായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ അത് നിലവിലെ സാഹചര്യത്തിൽ അത് ഒത്തുതീർപ്പാക്കി യോഗം വിളിച്ച് ഒരുമിച്ച് അങ്ങനെയാണ് വാർത്താസമ്മേളനം വിളിക്കുന്നത്. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ട് ആ കാര്യങ്ങൾ ഒറ്റക്കെട്ടായി നേരിടാം, പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അതായത് പാർട്ടിയെ വെട്ടിലാക്കരുത് എന്നൊരു തീരുമാനത്തിൽ വയനാട് DCC എടുക്കുന്നു. അത് KPCCയുടെ നിർദ്ദേശപ്രകാരം അങ്ങനൊരു തീരുമാനമെടുത്ത് ഈ പ്രശ്നത്തെ ഒറ്റക്കെട്ടായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ണ് അടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം എന്നൊരു തീരുമാനം വയനാട് DCC എടുക്കുന്നു. അതിൻ്റെ ഒരു നിലപാടിലാണ് പരസ്യമായി എല്ലാ മാധ്യമങ്ങളോടും അങ്ങനെ പറഞ്ഞത്. IC ബാലകൃഷ്ണൻ SP-ക്ക് പരാതി നൽകുന്നത് തൻ്റെ കൈകൾ ശുദ്ധമാണ്, ഏതെങ്കിലും തരത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷിക്കപ്പെടട്ടെ, താൻ പൊതുജീവിതം അവസാനിപ്പിക്കാം, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന വലിയ വെല്ലുവിളിയൊക്കെ തന്നെ ഉയർത്തുന്ന ഘട്ടത്തിൽ ആരാണെങ്കിലും അത് വിശ്വസിച്ചെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതിയിട്ടാകാം അദ്ദേഹം അങ്ങനെ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചത്. ഇങ്ങനെയൊന്നും കത്ത് പുറത്തു വരുമെന്ന് അദ്ദേഹം ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല. കാരണം കത്ത് കുടുംബം കൈമാറിയ സമയത്ത് നേതാക്കൾ കൈമാറാനാണ് വിജയേട്ടൻ പറഞ്ഞത്, അല്ല അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാവാം ഈ കത്ത് കൈമാറിയിട്ടുണ്ടാവാം. ഇതേ രീതിയിൽ ഒന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് മാധ്യമങ്ങൾക്ക് നൽകും അല്ലെങ്കിൽ പോലീസിന് നൽകും എന്ന് കുടുംബം നേതൃത്വത്തോട് അന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അവർ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ NM വിജയൻ ഇത് കൃത്യമായിട്ട് അറിയായിരുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നമാണ്. പാർട്ടിയോട് പലതവണ നേരിട്ടും അല്ലാതെയും കത്തിലൂടെയും പറഞ്ഞിട്ട് നടക്കാതെ പോയ കാര്യമാണ്. എങ്കിലും അദ്ദേഹം മരണശേഷമെങ്കിലും ഇത് നടക്കുമെന്ന് കരുതി അദ്ദേഹം കത്ത് എഴുതി വെക്കുന്നു. മരണശേഷം അദ്ദേഹം കുടുംബത്തിന് 10 ദിവസം സമയം നൽകുന്നു. നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെങ്കിൽ പരിഹരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ ആ 10 ദിവസവും കഴിഞ്ഞു. ആ സമയപരിധിയും അവസാനിച്ചിട്ടാണ് ഈ കത്ത് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇനിയെങ്കിലും നേതൃത്വം ഈ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ സംശയത്തിന് മുനവെച്ച് ഈ കത്തിനെ കാണാതെ ആ കത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് എന്ത് നടപടി പാർട്ടി നേതൃത്വം എടുക്കും, NM വിജയൻ പറഞ്ഞ വാക്കുകൾ സത്യമാണെന്ന് വിശ്വസിച്ച് എന്ത് നടപടി എടുക്കുമെന്നാണ് സമൂഹത്തിന് അറിയേണ്ടത്. കാരണം ഇപ്പോഴും ആ കത്ത് ആർക്ക് വേണമെങ്കിലും എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു കഴിഞ്ഞു മാറാതെ ഒരു സംശയത്തിൻ്റെ മുന മരിച്ചുപോയ NM വിജയന് നേർക്കിട്ട് ഒഴിഞ്ഞു മാറാതെ അല്ലെങ്കിൽ കുടുംബത്തിന് നേർക്കിട്ട് പോകാതെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന NM വിജയൻ അക്കമിട്ട് പറയാം. ഓരോ പോയിന്റ് ഇട്ട് അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഉണ്ടായ കടങ്ങൾ, അദ്ദേഹത്തിൻ്റെ വസ്തു ജപ്തിയാകുന്ന കാര്യങ്ങൾ, നേതൃത്വത്തോട് പറഞ്ഞ കാര്യങ്ങൾ, ഏതൊക്കെ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടു, ആരൊക്കെ ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞു, ആരൊക്കെ പണം ഇടപെട്ട് വാങ്ങി, ആരുടെ കൈവശം വാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ 8 പേജുള്ള കത്തിൽ അദ്ദേഹം സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനിയെങ്കിലും ആ കത്ത് വായിച്ച് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി അദ്ദേഹം ഒരാൾക്ക് വെറുതെ ഇത്രയധികം കോൺഗ്രസ് കാരനായി ജീവിച്ച് മരിച്ച ഒരാൾക്ക് പാർട്ടിയെ വെട്ടിലാക്കേണ്ട ഒരു ആവശ്യം ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെ ആ മരണക്കുറിപ്പിൽ വരെ അദ്ദേഹം എഴുതി വെച്ചിട്ടുമുണ്ട്, തനിക്ക് പാർട്ടിയെ അപമാനിക്കുക എന്നൊരു ലക്ഷ്യമില്ല, ഇത് പരിഹരിക്കണം, താനും തൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്, അതുകൊണ്ടാണ് താൻ ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന് വ്യക്തമായി പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ്റെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇനി എന്ത് നടപടി സ്വീകരിക്കും? അദ്ദേഹം എഴുതിയ കത്തിനെ ഗൗരവത്തിലെടുക്കുമോ? അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതയുള്ളതാണ്, ശരിയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമോ? അങ്ങനെയെങ്കിൽ ആർക്കൊക്കെ എതിരെ, ആ കത്തിൽ പറഞ്ഞ പേരുകളുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടി KPCC എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. അതോടൊപ്പം പോലീസ് എന്ത് നടപടി എടുക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ നിയമനത്തിനായി വാങ്ങിയ പണം വീതിച്ചെടുത്തു എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഈ സംഘർഷത്തിൽ ഞാൻ മരിച്ചു പോകും, ഏറെ നൊമ്പരം കൊണ്ടാണ് ഇത് എഴുതി പോകുന്നത്, എൻ്റെ മക്കളെ രക്ഷിക്കണം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികമായി അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കള്ളം എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കട്ടെ, അതുതന്നെയാണ് നമ്മുടെയും ആവശ്യം. പക്ഷേ അപ്പോഴും നേതൃത്വം എടുക്കുന്ന ഈ നിലപാടാണ് നമ്മെ ഞെട്ടിക്കുന്നത്. 3 മുൻ
DCC അധ്യക്ഷന്മാരുടെ പേരാണ്. അതായത് വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രബലരായ 3 നേതാക്കൾ, ഒപ്പം ഒരാളുടെ പേര് കൂടി ചേർത്ത് 4 നേതാക്കൾക്കെതിരെ തന്നെ കൃത്യമായി പേരെഴുതി വെച്ചിരിക്കുന്നു. എത്രയൊക്കെ തുകയാണ് അതിൽ തനിക്ക് നൽകാനുള്ളത്? സിനോജ് പറഞ്ഞതുപോലെ എണ്ണമിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇത് കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക? അതിൽ പാർട്ടി നേതൃത്വം, സർക്കാർ, പോലീസൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് അറിയേണ്ടത്. ഈ NM വിജയന്റെ ഫോൺ രേഖകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നല്ലോ. അതിൽ നിന്നും എന്തെങ്കിലും കൃത്യമായ സൂചനകൾ ലഭിച്ചതായി നമുക്ക് വിവരമുണ്ടോ? വിനീത, പോലീസ് ഈ ഫോൺ പരിശോധിച്ചിരുന്നു. അതിൻ്റെ റെക്കോർഡുകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം അതിൻ്റെ ടവറിൽ വിവരങ്ങളൊക്കെ തന്നെ എടുക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഫോൺ റെക്കോർഡുകൾ ആരെയൊക്കെ തന്നെ വിളിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ബത്തേരി DYSP നേതൃത്വത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡുകൾ എടുക്കണമെങ്കിൽ കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അത് പുരോഗമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിന് വേണമെങ്കിൽ ഈ കത്ത് അടിസ്ഥാനമാക്കി ഈ കത്തിൽ പേരുകളുള്ള നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം. അതിന് മറ്റ് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും തന്നെയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ 8 പേജുള്ള കത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കത്ത് എഴുതുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കത്ത് അടിസ്ഥാനമാക്കി അന്വേഷണ സംഘത്തിന് ഈ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞു വെച്ച ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന്